Hey guys, assalamu alaikum, welcome back. എന്തെല്ലാം എല്ലാവരും വിശേഷം സുഖമല്ലേ? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബീച്ചിൽ പോവാണ്. ബീച്ചിലേക്കല്ല, മെയിനായിട്ടൊക്കെ ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ അബുഹൂർ, ജിദ്ദയിലെ അബുഹൂർ എന്ന സ്ഥലത്തേക്കൊക്കെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. അവിടെയാണ് ബീച്ചുകളുള്ളത്. കോർണിഷ് ഭാഗത്തേക്ക് വേറെ ഇത് എന്താ വെച്ചാൽ ഇറങ്ങാനൊക്കെ പറ്റും നമുക്ക്, പക്ഷെ നമ്മൾ ഇറങ്ങലില്ല. അപ്പോൾ ജസ്റ്റ് ബീച്ചിൽ പോയി വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ പോവാണ്. ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. വരണ്ട് അവള് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ എന്തെങ്കിലും തരത്തിലൊരു സൗണ്ട് ഉണ്ടാക്കുക, ഇതുപോലെ കാണിക്കണ്ടെന്നാ പറഞ്ഞത്. കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ പോവാണ്. പോകുന്ന വഴിയിൽ നല്ല രസമുള്ള റോഡുകളൊന്നുമില്ല. നല്ല ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇതൊരു കുഞ്ഞു വ്ളോഗായിരിക്കും. ഞാൻ ജസ്റ്റ് ബീച്ചിൽ പോണു. ലീനുവിന് വെള്ളം ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്വിമ്മിങ് പൂള്, ബീച്ച് ഉള്ള കണ്ടിട്ടുണ്ട്. ബീച്ച് കണ്ടിട്ടുണ്ട് നമ്മൾ ദുബായി പോയപ്പോൾ. പക്ഷെ വെള്ളം ഇതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. സോ അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. നല്ല പൊടിക്കാറ്റുണ്ട്. ആ ദിവസം തന്നെ നമ്മൾ ബീച്ചിലും പോകുന്നത്. അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ കാരണം ഷോപ്പിലേക്ക് വന്നിട്ടുള്ള ഞാൻ പാർക്കിങ്ങിൽ ഇരിക്കുകയാണ് കേട്ടോ. ഷോപ്പ് കയറിയിട്ട് രണ്ടാമത്തെ ഷോപ്പ് പോകുമ്പോഴാണ് നമുക്ക് ഈ ബീച്ചിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പം നെറ്റുണ്ട് യൂട്യൂബിൽ വീഡിയോ കാണാൻ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറായിട്ടുള്ള തനി മലയാളി ഐശ്വര്യ പ്രസവിച്ചു അതിൻ്റെ ബർത്ത് വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് കാണുമ്പോൾ ഭയങ്കര എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും. എനിക്ക് കരച്ചിലൊക്കെ വരും കാണുമ്പോൾ. മേ ബി ആ ഒരു ഇതിലൂടെ പോയതുകൊണ്ടായിരിക്കും അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേനി. എനിക്ക് വന്നിട്ട് അങ്ങോട്ട് പോകണം. എന്നിട്ട് ആണ് നമ്മൾ ബീച്ചിൽ പോവുക. ഇന്ന് നല്ല പൊടിക്കാറ്റുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ബീച്ചിൽ പോയാൽ അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. നമ്മൾ വരുന്ന വഴിക്കൊക്കെ നല്ല പൊടിക്കാറ്റാണ്. നല്ല പൊടിക്കാറ്റാണ്. അപ്പോൾ ഇവിടെ അതിന് കാണുന്നില്ല. ഇവിടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല കാണുന്നുണ്ട്, പക്ഷേ ക്യാമറ വെച്ച് നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നെ ബീച്ചിൻ്റെ ഭാഗത്ത് നല്ല പൊടിക്കാറ്റാണെങ്കിൽ നമ്മൾ ഇറങ്ങൂല. കാരണം ലീനുവിനായിട്ട് ഇറങ്ങിയാൽ അസുഖം വരും. അപ്പോൾ നമ്മൾ ഇറങ്ങൂല. അല്ലാതെ ആണെങ്കിൽ ഇറങ്ങും. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ടോ ഏതാ ബീച്ച് എന്നൊന്നും ഉറപ്പിച്ചില്ല. ഏതാ ബീച്ച്? അവിടെ അബുഹൂർ സൈഡിൽ കുറേ ബീച്ചുകളുണ്ട്. എനിക്കിഷ്ടായി. അപ്പം അബുഹൂർ സൈഡിൽ കുറേ ബീച്ചുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും കൂടെ ഒരു പ്രാവശ്യം ഒരു ബീച്ച് പോയിരുന്നു. അത് നല്ല രസമുള്ള ബീച്ചായിരുന്നു. നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അന്ന് ഇന്ന് ആരും ഇറങ്ങാൻ അയച്ചില്ല. അപ്പോൾ ഇന്ന് ഒന്നുകിൽ ആ ബീച്ചിൽ പോവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബീച്ച്. പക്ഷേ നല്ല പൊടിക്കാറ്റുണ്ട്. പക്ഷെ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. എന്നാലും നോക്കാം. നല്ലോണം പൊടിക്കാറ്റാണെങ്കിൽ ഇറങ്ങൂല. ഇഷ്ടപ്പുറത്തൊന്നും കണ്ടിട്ട് വരും. മിക്കവാറും അതായിരിക്കും ഉണ്ടാവുക. അത്യാവശ്യം പൊടിക്കാറ്റുണ്ട്. ലീനുവിനാണെങ്കിൽ ചെറിയ ചുമ തുടങ്ങിയിട്ടുണ്ട്. എന്താ കാര്യം എന്നൊന്നും അറിയില്ല. ഞാൻ നമ്മൾ ബീച്ചിലെത്തി. നല്ല വെയിലാണ്. അതുകൊണ്ട് ഗ്ലാസ് ഒക്കെ ഇട്ടതാണ്. ലീനുവിന് ഇവിടെ ഗ്ലാസ് ഇട്ട് കൊടുത്ത് അത് നേരെ ബൈക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇറങ്ങും. ഇവിടെ കുളിക്കാനൊക്കെ പറ്റും മക്കൾക്കൊക്കെ. നമുക്ക് കാലിട്ട് ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷേ ഞങ്ങൾ രണ്ടാളും അങ്ങനെയൊന്നും ചെയ്യണില്ല. തിരിച്ച് കയറാനുള്ള അവസ്ഥ ആലോചിച്ചിട്ട് നമ്മളത് ചെയ്യൂല. പിന്നെ അതിനുള്ള ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല. ലീനുവിനായാലും എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഇറങ്ങാനുള്ള സെറ്റപ്പിൽ ഞാൻ വന്നിട്ടില്ല. അയ്യോ, എന്തത് കണ്ണട. ഓക്കെ, എന്തോ ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷേ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് തിരക്ക് കുറവാണ്. ഇവിടേക്ക് തന്നെയാണ് നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അന്ന് എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു. ഇന്നിപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഇതാണ് കേട്ടോ, അതിൻ്റെ അപ്പുറത്താണ് ബീച്ച് കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ
എൻട്രൻസ് അതാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. പോണ വെഹിക്കിൾ സ്ഥലം അവിടെയാണ് ബീച്ചുള്ളത്. ഒക്കെ ലീനും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഓള് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഊരി. പക്ഷെ നല്ല ചൂടും നല്ല വെയിലും ഉണ്ട്. ഇവിടെ ഒരു ലോഞ്ചൊക്കെ ഉണ്ട്. നോക്കാം. ഇതാണ് ആ ലോഞ്ച്. ഒരു കോഫി ഷോപ്പ് പോലെ. അവിടെ നിന്ന് നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കാം. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. നമുക്കറിയാമല്ലോ ബീച്ച് സൈഡിൽ നല്ല റേറ്റ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അതിൻ്റെ ഉള്ളിൽ കിഡ്സ് സെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ. ഇവിടെ ഒരു സ്വിമ്മിങ് പൂൾ പോലെ. ഇവിടെ ഇരിക്കാനൊക്കെ ഫ്രീ ആണ്. ഇവിടെ ഇരിക്കാൻ പേയ്മെന്റ് ഉണ്ട്. ബീച്ച് ഫുള്ള് ഫ്രീ ആണ്. അവിടെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം. നല്ല കാറ്റുണ്ട്. ഇവിടെ ആദ്യം ഈ ഷോപ്പുകളൊന്നും ഇല്ലേനു. അവിടെയൊക്കെയാണ് ഷോപ്പ്. ഇതൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്യണം ഇവിടെ ഇരിക്കണമെങ്കിൽ. പക്ഷെ ഇവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഇല്ല. നമ്മൾ ബീച്ചിലിറങ്ങാൻ വന്നാണല്ലോ, അങ്ങനെ പോവാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട്. നല്ല വെയിലുണ്ട്. നല്ല രസമുള്ള വെള്ളം. പക്ഷെ നമുക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാവുന്ന. കാലിലൂടെ വലുതായ കാറ്റുണ്ട്. നിൽക്കാൻ കഴിയണില്ല. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. നല്ല ചൂടും ഉണ്ട്. പക്ഷെ നിൽക്കാൻ കഴിയണില്ല. നിൽക്കാനില്ല. പെട്ടെന്ന് മിസ്സായി. എങ്ങോട്ട് പോയതെന്നറിയില്ല. ലീനൂനൊന്ന് കാലിട്ട് നനക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുള്ളൂ. വെള്ളം ഇഷ്ടം. നമുക്ക് നോക്കാം. ഒരു കിഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ടുണ്ടാവും. അവരോട് അങ്ങോട്ട് നല്ല കാറ്റിൻ്റെ സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ബോട്ടുണ്ട്, അതേപോലെ വാട്ടർ റൈഡ്സ്. അതിൽ 2 ചെക്കന്മാർ അവിടെ എന്തെല്ലോ കാണിക്കുന്നുണ്ട്. അതിലൊരാൾ കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്കതൊക്കെ പോയി ചെയ്യാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നല്ല ചൂടുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. ഫോണൊക്കെ ഇളക്കി പോവുകയായിരുന്നു. അവർ കളിക്കുന്നത് കാണാൻ ശരിക്കും നല്ല രസമുണ്ട്. ആൻഡ് ബോട്ട് പോകുന്നുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ മൊത്തത്തിൽ റൗണ്ട് അടിക്കുന്നത്. കുറേ കാണാനൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിക്കാന്നേ ഉള്ളൂ. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ബീച്ച് ആദ്യമായിട്ട് കാണണമെന്ന്. നമ്മൾ ബീച്ചിക്ക് കൊണ്ടുപോയാൽ ഭയങ്കര കുറവാണ്. എക്കായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ഞാനും പോകൽ ഭയങ്കര കുറവാണ് ബീച്ചിക്ക്. കാരണം അവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത സ്ഥലമാണ്. പിന്നെ ബോട്ട് നിർത്തിയിട്ടാണ് അത് അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഫ്ലൈറ്റും ബീച്ചൊക്കെ കാണിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ഇതിനൊരു സുഖമില്ലാണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ്ട് അസുഖം കൂട്ടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നല്ല ചൂടാണ്, നല്ല വെയിലും ഉണ്ട്. സംഭവം 4:30 കഴിഞ്ഞെങ്കിലും നല്ല ചൂടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ വ്ലോഗാണ്. കാരണം നമ്മൾ പെട്ടെന്ന് എടുത്തൊരു പ്ലാനാണ്. ഞാനല്ല, എക്കാക്ക് പൊതുവേ ബീച്ച് ഇഷ്ടമല്ല. അപ്പോൾ ഒക്കെ എന്നോട് വെറുതെ പറയും നമുക്ക് ബീച്ചിൽ പോയാലോ. അങ്ങനെ പെട്ടെന്ന് എടുത്ത പ്ലാനേനു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയണില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ബൈ. ഞാൻ അവിടുന്ന് നേരത്തെ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു, ഞാൻ പറഞ്ഞത് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ, ഒറ്റയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ അവിടുന്ന് പോകുന്നു. അവിടുന്ന് പോലുള്ള കാരണം നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. പിന്നെ ലീനുവിന് പെട്ടെന്ന് എന്താണെന്നറിയില്ല, ഒരു ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെ നിന്ന് കൂടുതൽ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നത്. നല്ല ദാഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി വെള്ളം വാങ്ങിച്ചിട്ട് ഒക്കെ ഇവിടെ ഷോപ്പ് കയറാണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നുണ്ടാവില്ല. കാരണം
ഇത് ശരിക്കും നമ്മൾ പ്ലാൻഡ് അല്ല. ഇക്കാക്ക് ബീച്ച് പോകുന്ന ഇഷ്ടമല്ല. ബീച്ച് പോകുന്ന ഇഷ്ടമല്ലാത്ത ഇത് മണല് കാലിലാവും അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് ഇക്കാക്ക് ഇഷ്ടമല്ല ബീച്ച് പോണത്. അപ്പോൾ ലീനുവിന് വെള്ളം ഇഷ്ടമാണ്. ഓൾക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കുന്നൊക്കെ. അങ്ങനെ ഓൾക്ക് ഇഷ്ടമാവും. പക്ഷേ ഓളും കന പോലെ അയക്കുന്നത് തോന്നുന്നു. ഓൾക്ക് കാൽമേൽ മണ്ണാവും, അതൊന്നും ഓൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓളെ ഇറക്കിയില്ല. ഒരു രണ്ടാളും ഒരു മൂലക്കൽ ഇരിക്കുക, ഞാൻ ഇങ്ങനെ അവിടെ നടക്കേനു. അപ്പോൾ പിന്നെ നല്ല ചൂടായപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് പോന്ന്. നല്ല ദാഹിക്കുണ്ടായിരുന്നു, നല്ല ചൂട്. ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ പൊടിക്കാറ്റും. ആദ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് ബീച്ചിൽ പോവാന്ന്. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയപ്പം നല്ല പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലീനും അവിടെ നിൽക്കുന്നുണ്ട്. ഒക്കെ ഷോപ്പിൽ പോയി വെള്ളം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാറിട്ട്. പിന്നെന്താ അതന്നെ. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ബീച്ചിൽ ഇവിടെ 2-3 ബീച്ചുണ്ട്. അതേപോലെ ജിദ്ദയിൽ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മാൽദീവ്സ് ബീച്ച്. പിന്നെ ഇപ്പം നമ്മൾ പോയത് കയാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ബീച്ചാ. അതേപോലെ തന്നെ വേറെ ഒരു ബീച്ചുണ്ട്. പിന്നെ ബോട്ട് ബോട്ട് റൈഡ് അങ്ങനെ എന്തെല്ലോ ഉണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മൾ കുറേ ആൾക്കാർ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പം ആരും ഇല്ല, നമ്മൾ മാത്രം. പിന്നെ ഇങ്ങനെ ലീനുവിനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുണ്ടാകാൻ കാരണം ഇന്നെ മാത്രമേ കൂടുതൽ കാണുന്നുള്ളൂ. അപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് ഫ്രഷായി, മൈൻഡൊക്കെ ഫ്രഷായി. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെല്ലാവരെയും കാണും. ഇപ്പം ഷംനത്ത, ഷെരീക്ക, അജിത്തൻ, ഇവരൊക്കെ എല്ലാവരും നമ്മൾ കാണലുണ്ട്. പക്ഷെ ഇപ്പോൾ ഓരെല്ലാവരും നാട്ടിൽ പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളെ പുറത്ത് കൊണ്ടുപോയി ഒന്ന് റിഫ്രഷായി എടുത്തില്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയി അവളാകെ ഇവിടെ ഓരോ കരുത്ത് കളിക്കാനുണ്ടോ, അവളാകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാവും. ാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകണം. അതേപോലെ ഒക്കെ ഇഷ്ടം അങ്ങനെ ബീച്ചിൽ പോകുന്നത്, കുറേ ആൾക്കാരെ കാണുന്നത്. ആൾക്കാരെ കാണുന്ന ഇഷ്ടമാണ്. ഓളെ തൊടാൻ പാടില്ല, ഓളെ എടുക്കാൻ പാടില്ല. അപ്പം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ മുടിയിൽ പണിയാനൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഉറങ്ങി കഴിച്ചപ്പോൾ തന്നെ പണിതൊക്കെ പോന്നു. പിന്നെന്താ അങ്ങനെ തന്നെ. അപ്പം ഇതൊരു ചെറിയ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ തന്നെ കീപ് സപ്പോർട്ടിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.